എന്റെ പ്രിയപ്പെട്ട മിത്രങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് കഥ ആരംഭിക്കാം. എന്റെ പേര് നിജാബ്. ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എന്റെ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആണ് നാസിലാത്ത. ഹൈ ലെവൽ ടീമാണവർ. അവരുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് 10-18 വർഷമായി. ഇതേവരെ കുട്ടികളൊന്നുമില്ല. ഇത്തായ്ക്ക് ഇപ്പോൾ ഒരു 40 വയസ്സെങ്കിലും കാണും. നല്ല വെളുത്ത് ചുമന്ന കളർ, നല്ല ഹൈറ്റും അതിന് തക്ക തടിയും, ഇടതൂർന്ന മുടിയും ചുമന്ന ചെംചുണ്ടുകളും അവരുടെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. ഓഫീസിൽ എന്നോട് മാത്രമാണ് അവർക്ക് അടുപ്പമുള്ളത്. അതിൽ കൂടെ ജോലി ചെയ്യുന്ന പലർക്കും കണ്ണുകടി ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പ് എനിക്ക് പിടികിട്ടിയിരുന്നില്ല. എന്തോ ഇത്ത അടുത്തു വന്ന് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പരവേശമായിരുന്നു. ഞാനാണെങ്കിൽ അവിവാഹിതനായ ഒരു പുരുഷനും. ഇത്തായും കെട്ടിയവനും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല എന്ന് ഇടയ്ക്കിടെ ഇത്തായുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നെങ്കിലും എന്നോട് ഇത്തായ്ക്ക് ഞാൻ കരുതുന്ന രീതിയിലുള്ള ഇഷ്ടമുണ്ടോ എന്നറിയാൻ ഒരു മാർഗവും കണ്ടിരുന്നില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്ന കറികൾ തരികയും എന്റെ പാത്രത്തിൽ നിന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് വല്ലാത്ത കണ്ണുകടിയാണ്. ഒരിക്കൽ ഉച്ചക്കലത്തെ ഊണ് കഴിക്കാൻ ജോലിത്തിരക്ക് കാരണം ഇത്ത താമസിച്ചു. ബാക്കിയുള്ള ഞങ്ങൾ എല്ലാവരും കഴിച്ച ശേഷമാണ് ഇത്ത ആഹാരം കഴിക്കാനായി ഇരുന്നത്. ഒരു കമ്പനി നൽകാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നിരുന്നു. തലേന്നുണ്ടാക്കിയ ബീഫാണ്. നല്ല രുചിയുണ്ട്. പാത്രത്തിൽ ഉണ്ടായിരുന്ന അവസാന കഷ്ണം ബീഫ് വായിലിട്ടുകൊണ്ട് ഇത്ത പറഞ്ഞു, ദുഷ്ട, എനിക്കൊരു ചെറിയ കഷ്ണമെങ്കിലും തരാൻ ഇത്തായ്ക്ക് തോന്നിയില്ലല്ലോ. ഞാൻ അവരുടെ വായിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, നിനക്ക് വേണേൽ പറയണ്ടേ. ഞാൻ വിചാരിച്ച് നീ ഊണ് കഴിച്ചു കഴിഞ്ഞതല്ലയോ, വേണ്ടായിരിക്കുമെന്ന്. സാരമില്ല, ഇത്ത വായിലിട്ട അതിങ്ങ് തന്നാൽ മതി. അയ്യേ, ഇതോ? എന്തോന്ന് അയ്യേ? ഇത്തായുടെ വായിലല്ലേ ഇട്ടത്, അതെനിക്ക് കുഴപ്പമില്ല. ഇത്ത ഒരു ചെറിയ നാണത്തോടെയും ഒരു അന്താളിപ്പോടെയും എന്നെ ഒന്ന് നോക്കി. സത്യമായിട്ടും പറഞ്ഞതാണോ നീ? വേണോ നിനക്ക്? ഇത്തായ്ക്കൊരു വിശ്വാസം വരാത്ത പോലെ എന്നോട് ചോദിച്ചു. ആരും കാണണ്ട ഇത്ത. താഴെക്കൂടെ ഞാൻ കൈനീട്ടി. ഇത്ത ഇറച്ചിയെടുത്ത് എന്റെ നേരെ നീട്ടി. ഞാൻ താഴെക്കൂടെ നീട്ടിയ കയ്യിൽ തരാതെ അവർ എന്റെ വായുടെ നേരെ നീട്ടി. ഞാൻ വാ തുറന്നപ്പോൾ അവർ അതെന്റെ വായിലേക്ക് വെച്ചു തന്നു. ഞാനത് രുചിയോടെ ചവച്ചു തിന്നുന്നത് ഇത്ത അത്ഭുതത്തോടെ നോക്കി. നല്ല രുചി, ഇത്തായുടെ കൈപുണ്യം കൊള്ളാം, ഞാൻ പറഞ്ഞു. അവർ നാണത്തോടെ കുനിഞ്ഞിരുന്ന് പുഞ്ചിരിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവർ എന്നെ നുള്ളുകയും പിച്ചുകയും എന്റെ അടുത്ത് വന്ന് മുട്ടിയുരുമി നിൽക്കുകയും മറ്റും ചെയ്യും. പക്ഷേ ഞാൻ മറ്റൊരു തരത്തിലേക്ക് ആ ബന്ധത്തെ വളർത്താൻ ശ്രമിച്ചില്ല. കാരണം ചിലപ്പോൾ അവരുടെ ആ പ്രവൃത്തികളൊക്കെ നിഷ്കളങ്കമാകാം, ഒരു സഹോദരനോടെന്ന പോലെ. അങ്ങനെയെങ്കിൽ ഞാൻ അതിനെ തെറ്റിദ്ധരിച്ചാൽ ഇപ്പോഴുള്ള ആ സ്നേഹം കൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആ ബന്ധം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ഒറ്റയ്ക്കൊരു വാടക വീട്ടിലായിരുന്നു താമസം. ഒരു ദിവസം കമ്പനിയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി 2 എണ്ണം വീശിക്കൊണ്ടിരിക്കുന്ന സമയം. രാത്രിയിൽ പുറത്തു നിന്നാണ് ആഹാരം. ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടും. അങ്ങനെ സോഫയിൽ ഇരിക്കുമ്പോഴാണ് മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ എടുത്തു നോക്കി. പരിചയമില്ലാത്ത ഒരു നമ്പറാണ്. നമ്പര് കണ്ടപ്പോൾ മനസ്സിലായി അത് പുറം രാജ്യത്ത് നിന്നുമാണെന്ന്. ഹലോ, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. മറുപുറത്ത് എന്റെ MD ആയിരുന്നു. അങ്ങേര് ഒരാഴ്ച മുമ്പാണ് ബിസിനസ് ടൂറിന് ദുബായിലേക്ക് പോയത്. വിളിച്ചത് എനിക്കൊരു പാരപണിയാനായിരുന്നു. സംഗതി മറ്റൊന്നുമല്ല, അയാൾക്ക് ചില ഡോക്യുമെന്റ്സ് ഉടനെ വേണം. അത് ഉടനെ അയച്ചു കൊടുക്കണം. നൈറ്റിൽ പോയി ജോലി ചെയ്യുന്നതിന് ഇരട്ടി ശമ്പളവും പിറ്റേ ദിവസം അവധിയും MD വാഗ്ദാനം ചെയ്തു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ സമ്മതം മൂളി. മുറിയിലെത്തി റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് അങ്ങേരുടെ ഒരു ഉണ്ടാക്കിയ ഡോക്യുമെന്റ്സ്. അങ്ങേരെ മനസ്സിൽ ശപിച്ചുകൊണ്ട് ഫോൺ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ മനസ്സിൽ ഒരു കഥന പൊട്ടിച്ചുകൊണ്ട് അയാൾ അത് പറഞ്ഞത്. നാസിലയോട് നിന്റെ ഒപ്പം വരാൻ പറഞ്ഞിട്ടുണ്ട്, അവളെ കൂടി കൂട്ടിക്കോ. അതും പറഞ്ഞിട്ട് അങ്ങേര് ഫോൺ കട്ട് ചെയ്തു. അതുവരെ അങ്ങേരെ മനസ്സിൽ പ്രാഗിക്കൊണ്ടിരുന്ന ഞാൻ അങ്ങേർക്ക് കോടി നന്ദി പറഞ്ഞു. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എന്റെ മനസ്സിൽ ഒരു തണുത്ത കുളിർക്കാറ്റ് വീശി. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കുപ്പിയിൽ ബാക്കിയിരുന്ന മദ്യത്തിൽ നിന്ന് ഒരെണ്ണം കൂടി ഞാൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഹോ, സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചാടണമെന്ന് തോന്നി. ശേഷം പോയി ഡ്രസ്സും ചേഞ്ച് ചെയ്ത് കുപ്പിയും പൊതിഞ്ഞ് കയ്യിലെടുത്തു. അപ്പോഴാണ് വീണ്ടും മൊബൈൽ അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ നോക്കി. നാസിലാത്തയാണ്. അങ്ങേര് വിളിച്ചോ?
ഞാൻ ചോദിച്ചു. ഓ, വിളിച്ചു. നിന്റെ കൂടെ ഓഫീസിലേക്ക് പോകാമോന്ന് ചോദിച്ചു. ഇക്ക ടൂറിലായതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു. പിന്നെ നാളെ അവധി എടുത്തോളാനും പറഞ്ഞു. ഞാൻ ഏത് ഡ്രസ് ഇടണം? പെട്ടെന്ന് ഇത്ത കയറി ചോദിച്ചു. അത് കേട്ട് ഞാനൊന്ന് പകച്ചു. ഇത്തായ്ക്ക് ഇഷ്ടമുള്ളതിട്, രാത്രിയല്ലേ, വേറെ ആരും ഇല്ലല്ലോ. അവിടെ നീ എന്തു ഇട്ടത്? ഞാൻ ജീൻസും ടീഷർട്ടും. ആ, ഇത്താ മൂളി. പിന്നെ ഇത്താ, ഞാൻ ഇവിടെ ഒന്നും വെച്ചില്ല. നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കണം. ശരി, ഞാൻ ഇതാ വരുന്നു. ഫോൺ കട്ടായി. അങ്ങനെ ഇത്താ കാറുമായി വന്നു. ഞാൻ കാറിൽ കയറി കാർ മുന്നോട്ട് പോയി. ഫുഡ് നമുക്ക് കഴിച്ചിട്ട് പോണോ അതോ മേടിച്ചോണ്ട് പോണോ? ഞാൻ ചോദിച്ചു. വാങ്ങിക്കൊണ്ട് പോകാം, ഇത്താ പറഞ്ഞു. അങ്ങനെ ഒരു ഹോട്ടലിന് മുന്നിൽ കാർ നിർത്തി. ഹോട്ടലിൽ നിന്നും ഫുഡൊക്കെ വാങ്ങി നേരെ ഓഫീസിലെത്തി. സന്ധ്യക്ക് ചെറുതായിട്ടൊന്ന് മിനുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അങ്ങേര് വിളിച്ചത്. ഇന്നത്തെ കോട്ട തികഞ്ഞില്ല, ഒരെണ്ണം ഇട്ടിട്ട് നമുക്ക് പണി തുടങ്ങാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. നീയാള് കൊള്ളാമല്ലോ, ഇത്താ ചോദിച്ചു. കൊള്ളാമടാ മോനെ, ഇത്ത കൈകൾ രണ്ടും പൊക്കി മുടി ഒതുക്കി കെട്ടുന്നതിനിടെ പറഞ്ഞു. ഇത്തായ്ക്ക് വിശക്കുന്നെങ്കിൽ ഫുഡ് കഴിച്ചു, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ഈ ഇവിടുത്തെ പണിയൊക്കെ. നമുക്ക് ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാമടാ, ഇത്താ പറഞ്ഞു. എന്നാൽ ഇത്തായുടെ ഇഷ്ടം. ഞാൻ കമ്പ്യൂട്ടർ ഓണാക്കി കസേരയിലിരുന്നു. ഇത്ത എന്റെ തൊട്ടടുത്ത് ടേബിളിൽ അവിടെ ചാരി നിന്നു. ഞാൻ എന്റെ ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രാത്രിയിൽ ജോലി ചെയ്യാൻ നല്ല രസമുണ്ടല്ലേ, ഇത്ത ചോദിച്ചു. ഞാൻ ഇത്തായെ നോക്കി ചിരിച്ചുകൊണ്ട് ഒന്ന് മൂളി. ഏതാണ്ട് 1-2 മണിക്കൂർ കൊണ്ട് ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കി അയച്ചിട്ട് MD ഫോൺ ചെയ്തു. അങ്ങേരത് പരിശോധിച്ച ശേഷം വിളിക്കാമെന്നും അതിനുശേഷമേ നിങ്ങൾ പോകാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഇനി നമുക്ക് വല്ലതും കഴിക്കാം, എന്താ? ഞാൻ ഇത്തായോട് ചോദിച്ചു. ശരി, ഞാനെല്ലാം എടുത്തു വെക്കാമടാ, ഇത്ത അടുത്ത മുറിയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം 11:30 അങ്ങേരിങ്ങോട്ട് വിളിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴാണാവോ അങ്ങേര് വിളിക്കുന്നത്? സോഫയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു. ഇത്തയും സോഫയിൽ എന്റെ അടുത്തായി വന്നിരുന്നു. ഇത്തായി ഇവിടെ ഇരി, എനിക്ക് സ്വല്പം കൂടി ബാക്കിയുണ്ട്. അതും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. കഴിഞ്ഞില്ലേ നിന്റെ ജോലി? ഇത്ത എന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഇത് സ്വല്പം പേഴ്സണലാണ് ഇത്ത. ഇത്ത ചിരിച്ചുകൊണ്ട് സോഫയിലേക്ക് ചാരിയിരുന്നു. ഞാൻ എന്റെ കസേരയിലേക്ക് ചെന്നു നെറ്റ് ഓണാക്കി. എന്റെ മനസ്സ് അശാന്തമായിരുന്നു. പിന്നെ കുറെ വീഡിയോകൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അത് MD ആയിരുന്നു. അയച്ചു കൊടുത്തതെല്ലാം കറക്റ്റ് ആണെന്നും ഞങ്ങളോട് തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കോളാനും MD പറഞ്ഞു. എനിക്കെന്തോ ഒരു നിരാശ തോന്നി. ഫോണിന്റെ സൗണ്ട് കേട്ട് ഇത്തായി മയക്കത്തിൽ നിന്ന് എണീറ്റിരുന്നു. അപ്പോഴാണ് ഇത്തായുടെ മുഖത്തും ഒരു വിഷമം ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി ഇത്ത? എന്തോ ഒരു വിഷമം പോലെ. ഏയ്, ഒന്നുമില്ലടാ. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോടാ. ഇപ്പൊ ഇറങ്ങണോ ഇത്ത? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞില്ലേ? സാറ് തിരിച്ചു പൊയ്ക്കോളാനും പറഞ്ഞു. പിന്നെന്തിനാ ഇവിടെ ഉറക്കമുളച്ചിരിക്കുന്നത്? നിനക്ക് വീട്ടിൽ പോയി കിടന്ന് സുഖമായി ഉറങ്ങാമല്ലോ. അതെന്താ, ഇത്താ രാത്രി ഉറങ്ങാറില്ലേ? ഓ, എന്റെ ഉറക്കമൊക്കെ എന്നേ നഷ്ടപ്പെട്ടടാ. ഒറ്റയ്ക്കുള്ള ഈ ജീവിതം എനിക്ക് മടുത്തു തുടങ്ങി. അങ്ങേർക്കാണെങ്കിൽ എന്നും കൊന്നും ബിസിനസ് ടൂറും. അത് കഴിഞ്ഞ് ഒന്നിനും നേരവുമില്ല. ഈ ടൂറൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാലും ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് നടക്കുകയാണെന്ന് മാത്രം. അതെന്താ ഇത്ത അങ്ങനെ പറഞ്ഞേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ചോദിച്ചു. ഉണ്ടോന്ന് ചോദിച്ചാൽ നേരിട്ടൊന്നും കണ്ടിട്ടുള്ള പ്രശ്നമില്ല എന്ന് മാത്രം. ഒരു കുടുംബജീവിതം എന്ന് വെച്ചാൽ ഒരുമിച്ചുള്ള ഒരു ജീവിതമല്ലേടാ. ഇതൊരുമാതിരി അങ്ങേര് നടന്ന് സൂഹിക്കുവല്ലയോ? എല്ലാം എനിക്കറിയാം. ഞാൻ അങ്ങേരെ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങേരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ. എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്റെ മനസ്സിൽ തന്നെ ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ലടാ. നീ വാ, നമുക്ക് പോകാം. ഇത്തായുടെ സംസാരം കേട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, ഇത്താ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇന്ന് എന്തായാലും നമ്മൾ ഇറങ്ങി. നമുക്കൊന്ന് കറങ്ങിയേച്ചു പോയാലോ? ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്. എന്തോ പറയുന്നു? എന്തിനാടാ ഈ മഞ്ഞത്ത് ബീച്ചിലൊക്കെ പോകുന്നത്? ഒരു കാര്യം ചെയ്യാം, ബീച്ചാണെന്നും പറഞ്ഞ് നമുക്ക് ഇവിടെ അങ്ങ് അടിച്ചു പൊളിക്കാം. എന്താ? പെട്ടെന്ന് ഇത്തായുടെ ആ സംസാരം കേട്ട് ഞാൻ അത്ഭുതത്തോടെ ഇത്തായെ ഒന്ന് നോക്കി. ഇത്ത വിറയാർന്ന ചുണ്ടുകളോടെ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് സോഫയിലേക്ക് ചാരി അങ്ങനെ ഇരുന്നു. ഞാൻ ഇത്തായുടെ അടുത്ത് ചെന്ന് ഇത്തായോട് ചേർന്നിരുന്നു. ആ സമയം കടൽ ശാന്തമായിരുന്നു. പൊടുന്നിനെ തിരമാലകൾക്ക് ശക്തി കൂടിക്കൂടി വന്നു. സ്വർഗം കിട്ടിയ വാശിയായിരുന്നു ഇത്തായിക്ക്. കുറച്ചുനേരം കഴിഞ്ഞ് തിരമാലയുടെ ശക്തി കുറഞ്ഞു കടൽ ശാന്തമായി.